മാന്യപ്രേക്ഷകരെ വലിയ നമസ്കാരം, സ്നേഹ നമസ്കാരം. നോക്കൂ, കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം മുതലല്ല, ഒരു ഏകദേശം 2-3 ദിവസമായിട്ട് നമ്മൾ വലിയൊരു ദുരന്തത്തെ, കേരളം ചരിത്രത്തിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്തത്തെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു അസ്വാഭാവികത, അതല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു. ഇത് നമ്മൾ ഇതിനു മുൻപൊക്കെ കണ്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് ചൈനയിലൊക്കെ ഇത്തരത്തിലുള്ള ഉത്തരവൊക്കെ നമ്മൾ കാണാറുണ്ട്. അതായത് മാധ്യമങ്ങൾ മിണ്ടാൻ പാടില്ല, അതല്ലെങ്കിൽ ഈ ശാസ്ത്രജ്ഞരടക്കമുള്ള ആളുകൾ ഈ ദുരന്ത സ്ഥലത്തേക്ക് ചെല്ലാൻ പാടില്ല, അത്തരത്തിലുള്ള ആരെയും അങ്ങോട്ട് അടുപ്പിക്കരുത്, അവിടെ നടന്നിട്ടുള്ള യഥാർത്ഥ ദുരന്തം എന്താണ് എന്ന് ജനങ്ങളെ അറിയിക്കാൻ പാടില്ല, സർക്കാരിനെതിരെ മിണ്ടാൻ പാടില്ല, സർക്കാരിനെതിരെ ആരും പ്രതികരിക്കാൻ പാടില്ല. കാരണം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം, അതല്ലെങ്കിൽ നമ്മൾക്കൊക്കെ സംസാരിക്കാനും നമ്മുടെ അവകാശങ്ങൾ പറയാനും സംസാരിക്കാനും ഉള്ള ഒരു ആർട്ടിക്കിൾ 19 എന്ന ആ ഒരു ഭരണഘടനയിൽ പോലും എഴുതി വെച്ചിട്ടുള്ള ഒരു അവകാശമുണ്ട്. അതിനെതിരെ പോലും ഇത്ര കണ്ട് ഈ പറയുന്ന പിണറായി സർക്കാർ പെരുമാറുന്ന ഒരു അസാധാരണ സംഭവമൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പിന്നീട് പിണറായി വിജയൻ അത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം, അതല്ലെങ്കിൽ മാധ്യമങ്ങളിലടക്കം കൃത്യമായിട്ടും അയാൾക്കെതിരെ വരുന്നു എന്ന് കണ്ടപ്പോൾ അത് തിരുത്തിക്കൊണ്ട് താഴെയുള്ള ഉദ്യോഗസ്ഥന്റെ ചുമലിലേക്ക് പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു. ആ ഒരു വിഷയം തന്നെയാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ആ വിഷയത്തിലേക്ക് നമ്മുടെ ചർച്ചയ്ക്കായി വന്നിട്ടുള്ള അഡ്വക്കേറ്റ് ജയശ്രീൻ സാർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സാർ. എങ്ങനെയാണ് സാർ ഈ ഒരു ഉത്തരവിനെ, എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു പ്രാഥമികമായിട്ട് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? ഇപ്പോൾ ബൈജു പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി എങ്ങനെയാണോ പെരുമാറേണ്ടത്, തികച്ചും ആ രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളിൽ പണ്ട് എങ്ങനെയാണോ അവിടുത്തെ ഭരണാധികാരികൾ പെരുമാറിയത്, ഇന്ന് കമ്മ്യൂണിസ്റ്റ് ചൈനയിലും കൊറിയയിലും ക്യൂബയിലുമൊക്കെ അവിടുത്തെ ഭരണാധികാരികൾ എങ്ങനെയാണോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, അതേപടി കമ്മ്യൂണിസത്തിന് അനുയോജ്യമായ 100% ലക്ഷണമൊത്ത ഒരു ഏകാധിപത്യമാണ് ഇന്ന് പിണറായി വിജയൻ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് മറ്റുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മനുഷ്യ അവകാശത്തെക്കുറിച്ചും ശാസ്ത്രീയ അവബോധത്തെക്കുറിച്ചുമെല്ലാം വാതോരാതെ സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഈ ഒരു ഉത്തരവ് ഇറക്കി എന്ന് പറയുമ്പോൾ അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കാൾ ഉപരി നമ്മുടെ ഭാവിയെയും നമ്മുടെ ജീവിതത്തെയും ഗുരുതരമായി ബാധിക്കുന്ന വലിയ ഒരു ശാസ്ത്ര വസ്തുത ഉണ്ട്. 1970 ജിയോളജിക്കൽ സർവേ പ്രകാരം വളരെ കൃത്യമായിട്ട് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ 3 ഭാഗമായി വേർതിരിച്ചിട്ടുണ്ട്. അതായത് ഉരുൾപൊട്ടൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാവുന്ന മേഖല, ഉരുൾപൊട്ടൽ പതിവായി സംഭവിക്കാവുന്ന മേഖല, ഉരുൾപൊട്ടലിന് നേരിയ സാധ്യതയുള്ള മേഖല, ഇങ്ങനെ 3 ആയിട്ട് പശ്ചിമഘട്ടത്തെ 1970 ജിയോളജിക്കൽ സർവേ നിർവചിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് അത് മാപ്പ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഭാഗമാണ് 2019 മണ്ണിടിച്ചിൽ ദുരന്തം നടന്ന പുത്തുമല, പച്ചക്കാട് എന്ന സ്ഥലങ്ങളിൽ ഉണ്ടായ ദുരനുഭവം. 1970 ജിയോളജിക്കൽ സർവേയിൽ പറഞ്ഞിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഈ ദുരന്തം ഉണ്ടായത്. അങ്ങനെ അതിനു മുമ്പ് 1984 മുണ്ടക്കൈ ഏലത്തോട്ടത്തില് ഉരുൾപൊട്ടുകയുണ്ടായി. അന്നുണ്ടായ ആ മണ്ണിടിച്ചിലിൽ 10 ശവശരീരങ്ങൾ മാത്രമേ അന്ന് കണ്ടെടുക്കാൻ പോലും കഴിഞ്ഞിട്ടുള്ളൂ. എത്ര പേര് മണ്ണിനടിയിൽ പെട്ടു എന്നുള്ളതിന് അന്നും കണക്കില്ല, ഇന്നും കണക്കില്ല. ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് ഈ ജിയോളജിക്കൽ സർവേയുടെ മുന്നറിയിപ്പ് വളരെ സത്യമായിരുന്നു എന്നുള്ളതിന്റെ വളരെ വ്യക്തമായ തെളിവാണ്. ഇതൊക്കെ സർക്കാരിന്റെ മുമ്പിലുണ്ട് എന്ന് മാത്രമല്ല, വളരെ കൃത്യമായി ഏതൊക്കെ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്, അവിടെ ഏതൊക്കെ രീതിയിൽ മനുഷ്യൻ ഇടപെടണം എന്നതിനെ സംബന്ധിച്ചും വ്യക്തമായ സൂചന ഉണ്ട്. ഇന്ന് ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഗവേഷകന്മാരോ ഇനി ഈ വിഷയം അറിയുന്ന പത്രപ്രവർത്തകരോ അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ വിവരമുള്ള ആൾക്കാരോ വിദ്യാർത്ഥികൾ പോലുമോ കടന്നു ചെന്നാൽ ഈ ജിയോളജിക്കൽ സർവേയുടെ വസ്തുതകൾ യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടും. എന്ന് മാത്രമല്ല, അത് അതിന്റെ ഒരു വശമാണ്. ഇപ്പൊ ഭരണകൂടം പേടിക്കുന്നത് ഒരുപക്ഷെ അതായിരിക്കാം. പക്ഷെ ജനങ്ങൾക്ക് വരുന്ന വലിയൊരു നഷ്ടമുണ്ട്. ഈ ജിയോളജിക്കൽ സർവേ പ്രകാരം പറഞ്ഞിരിക്കുന്ന ഭൂപ്രദേശങ്ങളിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഈ മഹാദുരന്തം വലിയ ഒരു ഭൂവിഭാഗത്തെ മുഴുവൻ ഒഴുക്കിക്കളഞ്ഞുകൊണ്ടും ഇനിയും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം മനുഷ്യനാശം ഉണ്ടായിക്കൊണ്ടുമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.
ഈ സമയത്താണ് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളത് ഞാൻ പിന്നാലെ വ്യക്തമായിട്ട് പറയാം. അതിന് CBET ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ശാസ്ത്രീയമായ 4 തരത്തിലുള്ള വിലയിരുത്തലുകൾ ആവശ്യമാണ്. ഈ വിലയിരുത്തലുകൾ CBET ഫാക്ടേഴ്സിന്റെ വിലയിരുത്തൽ നടത്തണമെങ്കിൽ അത് ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഉണ്ടാകുന്ന സമയത്താണ് നടത്തേണ്ടത്. അത് കഴിഞ്ഞ് വർഷങ്ങളോ മാസങ്ങളോ കഴിഞ്ഞിട്ട് പിന്നെ നടത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ വേണ്ടി കേരളത്തിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ 1970 എന്ന് പറയുമ്പോൾ 54 വർഷങ്ങൾക്ക് മുൻപ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രേഖപ്പെടുത്തിയ മാപ്പിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഇത് മറ്റൊരു മാധ്യമവും അങ്ങനെ പുറത്തുവിടില്ല എന്നുള്ളത് കൊണ്ടും ഇത് ഇവിടുത്തെ ഗവൺമെന്റ് ഒളിച്ചു വെക്കും എന്നുള്ളത് കൊണ്ടും ഇത് ഇവിടുത്തെ ജനങ്ങൾ അറിയേണ്ടതാണ്. കാരണം അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഈ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് എവിടെയൊക്കെ ഉരുൾപൊട്ടും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെ മണ്ണിടിച്ചിലുണ്ടാകും എന്ന് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിന് ഭൂപടമുണ്ട്. ഈ ഭൂപടം സർക്കാരിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സർക്കാരിന്റെ കൈവശം ഇന്നിരിക്കുന്ന ഈ ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സ്ഥലങ്ങൾ ഞാൻ ചുരുക്കി ഒന്ന് വായിക്കാം. കാരണം ഇത് ജനങ്ങൾക്ക് അറിയേണ്ടത് ആവശ്യമാണ്. ഇത് മറ്റാരും ജനങ്ങളെ അറിയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനത് വായിക്കാം. മുണ്ടക്കൈ, ചൂരൽമല, അമ്പുകുത്തിമല, നീലിമല, അട്ടമല, എളമ്പേരിക്കുന്ന്, സുഗന്ധഗിരി, പൊഴുതന, കുറിച്യാർമല, ബാണാസുരമല, തൊണ്ടൻമുടി, പേരിയ, വാളാട്, ആലാറ്റിൽ, മക്കിമല, കമ്പമല, ബ്രഹ്മഗിരി, മണിക്കുന്നുമല, ഗുഡലക്കുന്ന്, കുറുമ്പാലക്കോട്ട, ഇത്രയും സ്ഥലങ്ങൾ 54 വർഷം മുമ്പ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വ്യക്തമായി രേഖപ്പെടുത്തി, പേരെഴുതി, മാപ്പ് വരച്ച് അടയാളപ്പെടുത്തി കേരള സർക്കാരിന്റെ കൈവശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്രദേശങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വെറുതെ അങ്ങ് പറയല്ല. അതിന് CBET ഫാക്ടേഴ്സ് പ്രകാരം വളരെ കൃത്യമായ കാരണങ്ങൾ, ജിയോളജിക്കലായിട്ടുള്ള കാരണങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്തു വരും. പിണറായി വിജയൻ ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരെ അങ്ങോട്ട് കടത്തിവിട്ടാൽ, മാധ്യമ പ്രവർത്തകരെ കടത്തിവിട്ടാൽ, ഈ വിഷയം അറിയാവുന്ന ഗവേഷകന്മാരെ കടത്തിവിട്ടാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം, ഫോട്ടോ സഹിതം, വീഡിയോ സഹിതം കൃത്യമായി പുറത്തു വരും. കാരണം CBET ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സർക്കാർ ഇപ്പോഴും ഒളിച്ചു വച്ചിരിക്കുന്ന 4 കാര്യങ്ങൾ ഉണ്ട്. അതില് എന്താണ് CBET ഫാക്ടേഴ്സ്? ഇത് പൊതുജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. കാരണം അവരുടെ ജീവന്റെ പ്രശ്നമാണ്. മന്ത്രിമാർക്കും ഭരണാധികാരികൾക്കും ഇതൊന്നും അറിയണ്ട. അവർക്ക് വളരെ ദൂരെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രസ്താവന ഇറക്കിയാൽ മാത്രം മതി. അതുകൊണ്ട് കേരളീയ സമൂഹത്തിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രദേശങ്ങളിലും അതല്ലാതെ മറ്റു ജില്ലകളിലുമെല്ലാം മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും അറിവിന് വേണ്ടി ഈ CBET ഫാക്ടേഴ്സ് എന്താണ് എന്ന് ഞാൻ വ്യക്തമാക്കാം. ഒന്ന്, C എന്ന് പറഞ്ഞാൽ ക്ലൈമറ്ററി എന്നാണ്. ക്ലൈമറ്ററി എന്ന് പറഞ്ഞാൽ മഴ കുറവും കൂടുതലും ഉണ്ടാകുന്നതനുസരിച്ച് കൃഷി എവിടെ ചെയ്യണം, മനുഷ്യൻ എവിടെ താമസിക്കണം, കെട്ടിടം എവിടെ വെക്കണം എന്ന് തുടങ്ങി കൃത്യമായ അടയാളപ്പെടുത്തിയിരിക്കുന്ന സയന്റിഫിക് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ് ക്ലൈമറ്ററി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് B, ബയോട്ടിക് ഫാക്ടർ. ബയോട്ടിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വനനശീകരണം, കുന്നിടിച്ച് നിരത്തുക, വയൽ നികത്തിയെടുക്കുക, കാറികൾ ഉണ്ടാക്കുക, അതുപോലെ മണ്ണെടുപ്പ് നടത്തുക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വസ്തുതകൾ ശാസ്ത്രീയമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ബയോട്ടിക് ഫാക്ടർ. ഈ ബയോട്ടിക് ഫാക്ടറിനകത്ത് അതീവ ഗുരുതരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ വയനാട് ജില്ലയില് കബനി നദിയിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന 1520 കിലോമീറ്റർ നീളം വരുന്ന 7 തരം തോടുകൾ കാണാനില്ല. ഇത് ചെറിയ കാര്യമല്ല. അതായത് അതിന് ജിയോളജിക്കൽ സർവേയുടെ ആ ഒരു പേരുകൾ അവർ കൊടുത്തിരിക്കുന്ന അവരുടെ സയൻസിലെ പേര് ഓർഡർ 1 നീർച്ചാലുകൾ,
ഓർഡർ 2 നീർച്ചാലുകൾ എന്ന് തുടങ്ങി ഓർഡർ 7 നീർച്ചാലുകൾ വരെയുണ്ട്. ഇത് മുഴുവനും ഇതെങ്ങനെയാണ് ഈ ഓർഡർ 1 to 7 വരുന്നതെന്ന് പറയാം. ഏറ്റവും ഉയരം കൂടിയതും ഏറ്റവും ചെറുതുമായ നീർച്ചാലുകളാണ് ഓർഡർ 1. ഓർഡർ 1 നീർച്ചാലുകൾ പോയി ചേരുന്ന രണ്ടാമത്തെ നീർച്ചാലാണ് ഓർഡർ 2. ഓർഡർ 2 നീർച്ചാല് പോയി ചേരുന്ന മൂന്നാമത്തേതാണ് ഓർഡർ 3. അങ്ങനെ ഏഴാമത്തേത് വരെ ആകുമ്പോൾ ഇത് കബനി നദിയിലേക്ക് ചേരുന്നു. കബനി നദി എന്ന് പറയുമ്പോൾ ഓർഡർ 8 അവിടെ വരെ എത്തും. ഇങ്ങനെ എത്തുന്ന അനവധി നിരവധി ചെറിയ നീർച്ചാലുകൾ എല്ലാം കൂടി ചേർത്ത് 1520 കിലോമീറ്റർ നീർച്ചാലുകൾ വയനാട് ജില്ലയിൽ ഉണ്ട് എന്ന് 1970 ജിയോളജിക്കൽ സർവേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ 1520 നീർച്ചാല് കാണാനില്ല. എന്ന് പറഞ്ഞാൽ കയ്യേറിയിരിക്കുന്നു. അവിടെയൊക്കെ തോട്ടം വച്ചിരിക്കുന്നു, അവിടെയൊക്കെ കെട്ടിടം വച്ചിരിക്കുന്നു, അവിടെയൊക്കെ റിസോർട്ട് വച്ചിരിക്കുന്നു, അവിടെയൊക്കെ മറ്റു പല നിർമ്മിതികളും ഉണ്ടായിരിക്കുന്നു. ഈ നീർച്ചാലുകളെല്ലാം തടയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മണ്ണിട്ട് മൂടി സ്വന്തമാക്കി സർവേ നടത്തി അത് സ്വന്തം പേരിൽ ആധാരം എഴുതാതെയോ ഒക്കെ കൈവശപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രദേശത്തില് ഈ ജിയോളജിക്കൽ സർവേ പറയുന്ന ഒരു അപകടമുണ്ട്. അതായത് 70% നീർച്ചാലുകളും ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ചെറു തോടുകളാണ് ഈ നീർച്ചാലുകൾ എന്ന് പറയുന്നത്. ഇനി ഈ ഫാക്ടർ എന്ന് പറയുന്നത് എഡാഫിക് ഫാക്ടർ എന്ന് പറയും. എഡാഫിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഘടന, മണ്ണിന്റെ ആഴം. അതായത് മണ്ണെല്ലാം നിൽക്കുന്നത് പാറപ്പുറത്താണ്. അപ്പൊ പാറയിലേക്ക് മണ്ണിന്റെ ഉപരിതലത്തിൽ നിന്ന് എത്ര മീറ്റർ ആഴമുണ്ട്, അത് എത്ര അടുക്കുകളായിട്ടാണ് വന്നിരിക്കുന്നത്, അതിൽ മണൽ എത്രയുണ്ട്, ചരൽ എത്രയുണ്ട്, കളിമണ്ണ് എത്രയുണ്ട്, ചെളി എത്രയുണ്ട്, ഇത് മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെയാണ് എഡാഫിക് ഫാക്ടർ എന്ന് പറയുന്നത്. മണ്ണിന്റെ എഡാഫിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഇതിന്റെ കണക്കും സർക്കാരിന്റെ കയ്യിലുണ്ട്. ഇനി ടി എന്ന് പറയുന്ന അവസാനത്തേത് നാലാമത്തെ ഫാക്ടർ ടോപ്പോഗ്രാഫിയാണ്. കുന്നുകളുടെ ഉയരം, കുന്നുകളുടെ ചെരിവ്, കുന്നുകളുടെ നീളം, കുന്നുകളുടെ സ്ഥാനം, ഇത്രയും കാര്യങ്ങൾ ശാസ്ത്രീയമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും രേഖപ്പെടുത്തിയിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് മുൻപ് പറഞ്ഞ അത്രയും പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകും അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകും എന്ന്. ഇതിന്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നതാണ് സാധാരണ ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്തു വരുന്ന പൈപ്പിംഗ് പ്രതിഭാസം എന്ന് പറയുന്നത്. എന്താണ് ഈ പൈപ്പിംഗ് പ്രതിഭാസം? പുത്തുമല ദുരന്തമുണ്ടായി ധാരാളം പേര് മരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ഇത് പൈപ്പിംഗ് പ്രതിഭാസം കൊണ്ടുണ്ടായതാണ്. പക്ഷെ ഇതേക്കുറിച്ച് വിശദീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല, മാധ്യമങ്ങൾ തയ്യാറായില്ല. പൈപ്പിംഗ് പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മരം വെട്ടി കഴിയുമ്പോൾ അതിന്റെ കുറ്റിയും വേരും അവിടെ നിൽക്കുകയാണ്. ഈ വേരുകൾ മണ്ണിലേക്ക് അനേകം മീറ്റർ ആഴത്തിൽ പരപ്പിൽ ഉണ്ടാവും. അതാരും എടുത്തുകൊണ്ട് പോകുന്നില്ല. അത് അവിടെ നിന്ന് അടുത്ത 30 വർഷക്കാലം കൊണ്ട് ദ്രവിച്ച് മണ്ണ് ചേരാതെ അടിയിൽ കൂടി ഹോളുകൾ ഉണ്ടാവും. അത് പൈപ്പായിട്ട് അവിടെ നിൽക്കും, ഹോളായിട്ട് അവിടെ നിൽക്കും. മഴ പെയ്യുന്ന സമയത്ത് ഈ ഹോളുകളിൽ കൂടി വൻതോതിൽ മഴവെള്ളം ഉള്ളിലേക്ക് പ്രവഹിക്കും. ഇത് നമ്മൾ കാണുന്നില്ല. അപൂർവം ചില സ്ഥലങ്ങളിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ചവിട്ടുമ്പോൾ താന്നു പോവുകയും ഹോളുണ്ടാവുകയും അല്ലെങ്കിൽ മഴവെള്ളം വന്ന് അകത്തേക്ക് ഊർന്നു വീഴുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള പ്രതിഭാസം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് കൂടുതലായി ഉണ്ടാകുന്നത്, അപകടകരമാകുന്നത് എപ്രകാരമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് കേരളത്തിന്റെ കുന്നുകളിലും മലകളിലും 1 മണിക്കൂറിൽ 20 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ അങ്ങനെ പെയ്യുന്ന മഴ വളരെ അപകടകാരിയാണ്. കാരണം മണ്ണിന് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതൽ വെള്ളം അവിടെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പൈപ്പിംഗ് പ്രതിഭാസം കൂടി ഉണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ മരം വെട്ടിയ ഏതെങ്കിലും ഒരു കാലത്ത് വനം വെട്ടുകയോ റബ്ബർ തോട്ടം വെട്ടുകയോ മറ്റു മരങ്ങൾ വെട്ടുകയോ ചെയ്യുന്നതിന്റെ കുറ്റി ദ്രവിച്ച് മണ്ണിന്റെ ഉള്ളിൽ ഹോളുകൾ ഉണ്ടാക്കുന്ന പൈപ്പ് പോലെ ഉണ്ടാകുന്ന ആ പ്രദേശങ്ങളിലേക്ക് 24 മണിക്കൂറിൽ 20 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ വലിയ പ്രശ്നമാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഉണ്ടായത് എന്താണ്? 24 മണിക്കൂറിൽ 51 സെന്റിമീറ്റർ മഴയാണ് പെയ്തത്. അത്രയും മഴ പെയ്തു കഴിയുമ്പോൾ 20 ഡിഗ്രി ചെരിവ് മുതൽ 60 ഡിഗ്രി വരെ ചെരിവുള്ളിടത്ത് തീർച്ചയായിട്ടും ഈ ദുരന്തം ഉണ്ടാകും എന്ന് കൃത്യമായിട്ട് 1970 ജിയോളജിക്കൽ സർവേ രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും കൃത്യവും വ്യക്തവുമായിട്ട് ഈ ഫാക്ടറുകൾ പറയാൻ കാരണം ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ കയ്യിലുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്കും കിട്ടും. ഈ വസ്തുതകൾ നമ്മുടെ കൈവശം എത്തിയാൽ, ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയായാൽ, ഇത്രയേറെ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും കേന്ദ്ര ഗവൺമെന്റ്
പലതവണ കഴിഞ്ഞ ഒരാഴ്ച, അതായത് ദുരന്തമുണ്ടാകുന്നതിന് ഒരാഴ്ച മുമ്പേ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ദുരന്തത്തിന്റെ 16 മണിക്കൂർ മുമ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ട സ്ഥലമാണ് ഇതെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും അനങ്ങാതിരുന്ന സംസ്ഥാന ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് ആണ് ഈ കൊലപാതകത്തിന്റെ ഒന്നാം പ്രതി. ഈ 100 കണക്കിന് ആൾക്കാർ, എത്ര എന്ന് പറയാൻ കഴിയില്ല, 100 കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയ ഈ മഹാദുരന്തത്തിന്റെ ഒന്നാം പ്രതി കൃത്യമായിട്ട് പിണറായി വിജയനാണ് എന്ന് വിരൽ ചൂണ്ടപ്പെടും. കഴിഞ്ഞ തവണ മഹാപ്രളയം ഉണ്ടായപ്പോൾ അശാസ്ത്രീയമായി ഡാം തുറന്നു വിട്ട എം എം മണിയുടെ മണ്ടത്തരമാണത് എന്ന് പറഞ്ഞതുപോലെ ഇത്തവണ എം എം മണിയെ പറയാൻ പറ്റില്ല. ഈ കാര്യങ്ങൾ പിണറായി വിജയന്റെ നേരെ വിരൽ ചൂണ്ടും. അതുകൊണ്ടാണ് പിണറായി വിജയൻ ആരും അങ്ങോട്ട് പോകരുത്, മാധ്യമ പ്രവർത്തകർ പോകരുത്, ശാസ്ത്രജ്ഞന്മാര് പോകരുത്, ഗവേഷകന്മാര് പോകരുത്, പൊതുജനങ്ങൾ കടന്നു വരരുത് എന്നൊക്കെ പറയുന്നത്. എന്തിനേറെ ഭക്ഷണ വസ്തുക്കളുമായിട്ട് ചെല്ലുന്ന ദുരിതാശ്വാസ പ്രവർത്തകരെ പോലും തടയുന്നു, അവരെ പോലും കടത്തിവിടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കിരാത ഭരണം ഈ അവസരത്തിൽ നടക്കുമ്പോഴും പിരിവെടുക്കാൻ ഇദ്ദേഹം മാർക്കൊന്നുമില്ല. അപ്പോഴും പിരിവ് തരണം എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ കൊടുത്ത പിരിവൊക്കെ ആരെങ്ങനെ കൊണ്ടുപോയി എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് പിരിവ് ആരും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ തരത്തിൽ ഒരു ഇരുമ്പ് മറയുണ്ടാക്കി ഈ ദുരന്തത്തെ ലോകത്തിന് മുമ്പിൽ നിന്ന് ഒളിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമാണ് പിണറായി വിജയൻ ഇപ്പോൾ ഈ ഉത്തരവിൽ കൂടി നടപ്പാക്കിയിരിക്കുന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ ബുദ്ധിജീവികൾ, പത്രപ്രവർത്തകർ, ശാസ്ത്രകാരന്മാർ, സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകർ ഒന്നും പിണറായി വിജയനെ എതിരെ ഒരക്ഷരം കമാന്ന് മിണ്ടുന്നില്ല. അവിടെയാണ് ഇന്നിപ്പോൾ ശ്രീ ബൈജു ഈ ഒരു വലിയ ധൈര്യം കാണിച്ചിരിക്കുന്നത്, മീഡിയയിലൂടെ ഈ വസ്തുതകൾ പുറത്തു പറയാൻ എനിക്കെങ്കിലും അവസരം നൽകിയത്. ഏതായാലും കേരളത്തിന്റെ പൊതുസമൂഹം ഈ സത്യം അറിയണം, ഈ വസ്തുതകൾ ചർച്ച ചെയ്യണം. അപ്പോഴാണ് എത്ര ക്രൂരനും ഭീകരനുമായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ കീഴിലാണ് കേരളം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. സർ, നമ്മൾക്കറിയാം എന്തൊരു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ ധീരമായിട്ടുള്ള കാര്യങ്ങൾ, പച്ചയായ നഗ്ന സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിനെ സംഘ BJP RSS തീവ്ര ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാപ്പ കുത്തിക്കൊണ്ട് അതിനെ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റിവെക്കുക, അതല്ലെങ്കിൽ ചവിട്ടി അരയ്ക്കുക എന്നുള്ളത്, അത് ഈ വീഡിയോയ്ക്ക്, ഈ ലൈവിന് താഴെയും കാണുന്ന കമന്റുകളിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞിട്ടുള്ള 1954 മുതലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നൊന്നും സംഘ BJPയോ അതല്ലെങ്കിൽ ഹിന്ദുത്വ ആശയങ്ങൾ പേറുന്ന ഒരു ഭരണാധികാരിയും അല്ല ഭാരതം ഭരിച്ചിട്ടുള്ളത്. അന്ന് കൊടുത്ത ആ റിപ്പോർട്ട് പ്രകാരം തന്നെ എനിക്ക് തോന്നുന്നു 10-70 കൊല്ലം മുൻപേ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് ഇന്നും നടപ്പിലാക്കാത്തതിൽ ഏറ്റവും കൂടുതൽ പഴി പറയേണ്ടത് ഇടതും വലതും മാറി മാറി ഭരിച്ച ഈ ഭരണകർത്താക്കളെ തന്നെയാണ്. അത് ഒളിച്ചു വെക്കാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും നമ്മൾക്കറിയാം, ഏതൊക്കെ സംഘ BJP അതല്ലെങ്കിൽ ചാണകം എന്തൊക്കെ പറഞ്ഞും ആക്ഷേപിച്ചാലും അത് ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യുമെന്നുള്ളത് നമ്മൾക്കറിയാം. ഇത്തരത്തിൽ ഈ മാധ്യമങ്ങൾ അടക്കമുള്ള ആളുകളെ ഇത്തരത്തിൽ അകറ്റി നിർത്തുക വഴി ഇദ്ദേഹം ഈ ചൈനയിൽ നമ്മൾ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് ചൈനയിലുള്ള ആശയങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളത്, അത് കൃത്യമായിട്ടും വ്യക്തമാക്കുകയല്ല. ഇന്നും ഈ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവാതിരിക്കാനുള്ള ഒരു കാരണം കൂടി എന്താണ് സാർ? അതായത് ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ പ്രാധാന്യമുള്ള ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ പൊതുജനങ്ങൾ ഇതിനെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഇത് ഭരണാധികാരികളെ ബാധിക്കുന്ന കാര്യമല്ല. നോക്കൂ, ഈ ദുരന്തത്തിൽ ഒരു MLA മരിച്ചില്ല, ഒരു MP മരിച്ചില്ല, ഒരു മന്ത്രിയും മരിച്ചില്ല. എന്തിന്? ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റോ ഒന്നും മരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ സാധാരണക്കാരനാണ് മരിച്ചത്. അപ്പൊ സാധാരണക്കാരൻ മരിച്ചു വീഴുമ്പോൾ, അവന്റെ ഭൂമിയും വീടും കച്ചവട സ്ഥാപനങ്ങളും നഷ്ടപ്പെടുമ്പോൾ, പൊതുമുതൽ ഇല്ലാതാകുമ്പോൾ ദുരന്തം അനുഭവിക്കുന്നവൻ ഇതിന്റെ വസ്തുതകൾ അന്വേഷിക്കണ്ടേ? തീർച്ചയായിട്ടും മലയാളിയുടെ പൊതുസമൂഹം ഈ വസ്തുതകൾ അന്വേഷിക്കണം. മലയാളി പൊതുസമൂഹത്തിന് വേദനയുണ്ട്. അതുകൊണ്ട് അവർ ഭക്ഷണം കൊടുക്കാൻ തയ്യാറാണ്, പണം കൊടുക്കാൻ തയ്യാറാണ്, വസ്തുക്കൾ കൊടുക്കാൻ തയ്യാറാണ്, സ്ഥലത്ത് പോയി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ദുരന്തമുഖത്ത് നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇതിനൊന്നും തയ്യാറാകാത്ത ഇവിടുത്തെ ഭരണകൂടം ഇത്തരം നിലപാടുകൾ എടുക്കുമ്പോൾ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാളെ നിങ്ങളും നിങ്ങളുടെ മക്കളും ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ, നിങ്ങളുടെ സന്തതി പരമ്പരകളും ബന്ധുമിത്രാദികളും ഇവിടെ ജീവിക്കണമെങ്കിൽ, ശാസ്ത്രജ്ഞന്മാര് മുൻകൂട്ടി കാണിച്ചു തന്ന പലതവണ അനുഭവം കൊണ്ട് തന്നെ സത്യമാണ് എന്ന് തെളിയിച്ച വസ്തുതകൾ, അത് അവരുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഈ കാര്യങ്ങൾ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമില്ല. അവരെന്തെങ്കിലും ആവശ്യം വരുമ്പോ രക്ഷപ്പെടാനും സുരക്ഷിതമായിട്ടിരിക്കാനും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ നാട് വിട്ടേലും പോവാം. പക്ഷേ സ്വന്തം മണ്ണിൽ അധ്വാനിച്ച് പണിയെടുക്കുന്നവർക്ക് അത് ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പൊതുമലയാളിയുടെ പൊതുബോധത്തിലേക്ക് ഈ ശാസ്ത്രീയ സത്യങ്ങൾ എത്താത്തത് കൊണ്ട് പൊതുജനങ്ങൾ ഇപ്പോഴും നിശബ്ദത പാലിക്കുകയാണ്.
അപ്പോൾ പൊതുജനങ്ങളുടെ ഈ നിശബ്ദത നാളെ അവരെ തന്നെ ഉന്മൂലനം ചെയ്യുന്നൊരു ഭീകരമായ അവസ്ഥയിലേക്ക് വരും. ആ കാര്യം വളരെ ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് പൊതുജനങ്ങളോടാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാനിപ്പോൾ ഈ വസ്തുതകളൊക്കെ തേടിപ്പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ ശാസ്ത്രീയമായിട്ട് അവതരിപ്പിച്ചത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന രേഖകൾ തന്നെയാണ്, അല്ലാതെ ഞാൻ സൃഷ്ടിച്ചെടുത്ത ഒരു കാര്യമല്ല. അപ്പൊ ജിയോളജിക്കൽ സർവേ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് പലതവണ ഇവിടെ ദുരന്തമുണ്ടായി. അവർ പറഞ്ഞ അതേ സ്ഥലത്ത് ദുരന്തമുണ്ടായി. എന്തിനേറെ മാധവ ഗാഡ്ഗിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ട് അധികം വർഷങ്ങളായില്ലല്ലോ. അദ്ദേഹം അവസാനം പറഞ്ഞല്ലോ, ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് അതിവിദൂര ഭാവിയിലല്ല, ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചിരിക്കുന്ന ഉടൻ തന്നെ ഇതൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതേപടി സംഭവിച്ചു. അപ്പോഴും ആ മാധവ ഗാഡ്ഗിലിനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാരെ ആ സ്ഥലത്തേക്ക് കടത്തി വിടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇത് പൊതുസമൂഹമാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത് ശാസ്ത്രജ്ഞന്മാർക്കെതിരെയല്ല, ഇത് പത്രമാധ്യമങ്ങൾക്കെതിരെയല്ല, ഇത് ഇവിടെ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തിനെതിരെയുള്ള നഗ്നമായ കടന്നുകയറ്റമാണ്, കിരാതമായിട്ടുള്ള വെല്ലുവിളിയാണ്, ഭീകരമായിട്ടുള്ള ഭരണകൂട തേർവാഴ്ചയാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം, ജനങ്ങളാണ് പ്രതികരിക്കേണ്ടത്. ഇപ്പൊ നമ്മൾക്കറിയാം സർ, കഴിഞ്ഞ ദിവസം 1-ാം തീയതി നടന്ന രാജ്യസഭയിൽ നടന്നിട്ടുള്ള ഇപ്പോ ഇടതുപക്ഷ എംപിമാർക്ക് കൃത്യമായിട്ടും അമിത്ഷാജി അദ്ദേഹത്തിന്റെ സഹമന്ത്രി കൊടുക്കേണ്ട മറുപടി ആയിരുന്നിട്ട് പോലും അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു, ഇതിന് സഹമന്ത്രി മറുപടി കൊടുത്താൽ മതി ഈ വിഷയത്തിൽ, പക്ഷെ ഇതിന് ഞാൻ തന്നെ മറുപടി കൊടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ ട്രോളുകാർ വിളിക്കുന്ന ലുട്ടാഫി റഹീമിന്റെയും പൊട്ടാസ് അതല്ലെങ്കിൽ ബ്രിട്ടാസിനും ഒക്കെ കൃത്യമായിട്ട് മറുപടി കൊടുത്തതിൽ അദ്ദേഹം സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് സർ. അതുകൂടി ഒന്ന് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സർ? അതായത് അദ്ദേഹം പറഞ്ഞു, അതായത് സർ ചോദ്യം കേട്ടു പ്രതീക്ഷ. പറഞ്ഞോളൂ. ഞാൻ പറയേണ്ട കാര്യമല്ല ഇത്, എങ്കിൽ പോലും ഞാൻ പറയുകയാണ്. കാരണം ഈ വിഷയം രാജ്യസഭയില് ലോകസഭയില് ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ നിങ്ങൾ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയേണ്ടി വരുന്നത്. രണ്ടാമത്തേത്, ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ആ ദുരന്ത ഭൂമിയിലേക്ക് പോയി അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനം ചെയ്യുന്നതിന് പകരം പാർലമെന്റിൽ ഇരുന്നു കൊണ്ട് ഭരണകൂടത്തിനെതിരെ അതിനെ തിരിച്ചുവിടാനുള്ള ഗൂഢ നീക്കം നടത്തിയത് കൊണ്ടാണ് ഞാൻ മറുപടി പറയുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരാൾ നുണ പറയുന്നത് കൊണ്ടാണ് ഞാൻ മറുപടി പറയുന്നത് എന്ന് അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ ഈ കാര്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഏതൊക്കെ തീയതികളിലാണ് ഞാൻ ഈ ഉത്തരവ് ഞാൻ ഈ മുന്നറിയിപ്പ് കേരളത്തിന് കൊടുത്തത്. ആ പറഞ്ഞ തീയതികളിൽ ഞാൻ അയച്ച മുന്നറിയിപ്പുകൾ നിഷ്കരണം തിരസ്കരിക്കുകയോ കണ്ടില്ല എന്ന് നടിക്കുകയോ ആണ് കേരള ഗവൺമെന്റ് ചെയ്തത്. പക്ഷെ എന്നിട്ട് പോലും സംഭവം നടക്കുന്നതിന്റെ കൃത്യം 16 മണിക്കൂർ മുമ്പ് ഈ ദുരന്തത്തിന്റെ സാധ്യതയുണ്ട്, അവിടെയുള്ള ആൾക്കാരെ മാറ്റി പാർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും അത് ചെയ്യാൻ കേരള ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ കേരള ഗവൺമെന്റിനെതിരെയാണ് നിങ്ങൾ നിങ്ങളുടെ രോഷം പ്രകടിപ്പിക്കേണ്ടത്. മുന്നറിയിപ്പ് കൊടുക്കുകയും അതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുകയും മാത്രമല്ല, ദുരിതാശ്വാസ മേഖലയിൽ അടിയന്തരമായി ഇടപെടേണ്ട രക്ഷാസേന അംഗങ്ങളെ ആദ്യഘട്ടമായി 9 പേരെ കേരളത്തിലേക്ക് അയക്കുകയും ചെയ്ത കേന്ദ്ര ഗവൺമെന്റ് അല്ല കുറ്റക്കാർ. മാത്രമല്ല, ഇന്നിപ്പോ നമുക്ക് കാണാമല്ലോ, ബെയിലി പാലം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് പണിതീർത്ത് വളരെ വലിയ 100 കണക്കിന് രക്ഷാസേനാംഗങ്ങളെ സംഭവ സ്ഥലത്തേക്ക് അയച്ച് അവിടെ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിനെ ഇറക്കി അവിടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുമ്പോൾ ഇവിടെ ഒളിഞ്ഞു വീഴുന്ന ഒരു പൊയ്മുഖമുണ്ട്. അതായത് പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ കോടാനുകോടി രൂപ കൊടുത്തുകൊണ്ട് ഇവിടെ നിലനിർത്തുമ്പോൾ പലരും ചോദിച്ചിരുന്നു, എന്തിനാണ് ഈ ഹെലികോപ്റ്റർ? അന്ന് പിണറായി അടക്കം ഇവിടുത്തെ സഖാക്കന്മാര് പറഞ്ഞ മറുപടി, ഇതുപോലെയൊക്കെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തണമെങ്കിലും ദുരിതാശ്വാസ പ്രവർത്തനം നടത്തണമെങ്കിലും ഒരു ഹെലികോപ്റ്റർ വേണ്ടേ? എന്നിട്ട് എവിടെ പോയി പിണറായിയുടെ ഹെലികോപ്റ്റർ? എവിടെ പോയി പിണറായി? ഇവർ രണ്ടുപേരും ഉണ്ടായില്ല. കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചില്ല, മറിച്ച് വായുസേനയുടെ ഹെലികോപ്റ്റർ കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ ചർച്ചാ വിഷയമാകില്ലേ? ഇതൊക്കെ ചർച്ചാ വിഷയമാകണം. അതുകൊണ്ടാണ് കൃത്യമായിട്ടും അമിത്ഷാ ഈ വസ്തുതകൾ പാർലമെന്റിൽ പറയേണ്ടി വന്നത്. പക്ഷേ സത്യം എത്ര സത്യമായിട്ട് പറഞ്ഞാലും ഇവിടെ ദുർവ്യാഖ്യാനങ്ങളിലൂടെ അതിനെ മറികടക്കാനുള്ള സഖാക്കന്മാരുടെയും പാർട്ടിയുടെയും ഇവിടുത്തെ അവരുടെ പിണിയാളുകളായ മാധ്യമങ്ങളുടെയും സംവിധാനങ്ങളുടെയും അഹങ്കാരത്തിലാണ് ഇന്നും പിണറായി വിജയൻ ഈ സത്യങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പായി, പാർലമെന്റിൽ
അമിത്ഷാ തന്നെ ഈ കാര്യത്തിന് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകിയതോടുകൂടി കണ്ണുള്ളവർക്കും കാതുള്ളവർക്കും വസ്തുതകൾ ബോധ്യമായിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം സാർ, ദുരന്തത്തിൽ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം. പക്ഷെ ഈ ദുരന്തത്തിൽ ഇനിയും ജീവനുള്ള ശ്വാസം വലിക്കുന്ന കുഞ്ഞുങ്ങൾ മണ്ണിനടിയിലുണ്ട് എന്നുള്ളത് നമ്മുടെ ശാസ്ത്രത്തിന്റെ പുരോഗതിയിലൂടെ കണ്ടെത്തിക്കൊണ്ട് ഇന്നിപ്പോൾ അവിടെ രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം നടക്കുന്ന അവസ്ഥ തന്നെയാണുള്ളത്. അത് ഒരു പക്ഷെ മൃഗമായിരിക്കാം, അതല്ലെങ്കിൽ മനുഷ്യ ജന്മങ്ങളായിരിക്കാം. ആരായാലും ഒരു ജീവനായത് കൊണ്ട് തന്നെ രാത്രി വൈകിയാണെങ്കിലും രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിൽ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നൊരു പൊതു തത്വം പോലെ എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ രാഷ്ട്രീയം കളിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയം വ്യത്യസ്തമായി പറയുക തന്നെ വേണ്ട സർ? അല്ല, ഇവിടെ രാഷ്ട്രീയം തന്നെയാണ് ഇവിടുത്തെ ഗവൺമെന്റ്, ഇവിടുത്തെ പ്രതിപക്ഷം പാർലമെന്റിൽ പയറ്റിയത്. പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സന്നാഹങ്ങളോടും കൂടി ഞങ്ങളെ രക്ഷിക്കണം എന്നല്ല പറഞ്ഞത്. അതിനുവേണ്ടി ഞങ്ങളും നിങ്ങളും എന്ന വ്യത്യാസം വേണ്ട എന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണ പരാജയം, ഈ ക്രൈസിസ് മാനേജ്മെന്റിലും ഡിസാസ്റ്റർ മാനേജ്മെന്റിലും ഉണ്ടായ പരാജയം മൂടിവെക്കാൻ വേണ്ടി പാർലമെന്റിനെ ദുരുപയോഗം ചെയ്യുമ്പോൾ പച്ചയായിട്ടുള്ള രാഷ്ട്രീയമാണ് ഇടത് വലത് മുന്നണികൾ ഇന്ത്യയിൽ പയറ്റിയത്. അവിടെയാണ് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായ്ക്ക് നേരിട്ട് വന്ന് കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടി വന്നത്. ആഭ്യന്തരമന്ത്രി ഇവരുടെ കള്ളപ്രചരണങ്ങൾക്ക് കൃത്യമായി മറുപടി എണ്ണി പറഞ്ഞപ്പോൾ ഇത് രാഷ്ട്രീയം എന്ന് ആക്ഷേപിക്കുകയും പച്ചയായ രാഷ്ട്രീയം പാർലമെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഇടത് വലത് മുന്നണികൾ പയറ്റാൻ ശ്രമിച്ചപ്പോൾ അത് രാഷ്ട്രീയമല്ല എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്താൽ കേരളത്തിലെ ജനങ്ങളാണ് അത് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് രാഷ്ട്രീയം കളിക്കാനുള്ള സമയമല്ല, ഇവിടെ രാഷ്ട്രീയമല്ല പറയേണ്ടത്. അതാണ് കേന്ദ്രം ചെയ്തത്. ഒരു കേന്ദ്രം ഒരു സംസ്ഥാനത്തിന് കൊടുക്കാവുന്ന എല്ലാ സപ്പോർട്ടും കൊടുത്തു. കര വ്യോമ നാവിക സേനകളെ 3 സേനകളെയും രംഗത്തിറക്കി. ബെയിലി പാലം പണിതു. അതുപോലെ തന്നെ മറ്റെല്ലാവിധ ആധുനിക സംവിധാനങ്ങളോടും കൂടി അവിടെ പറന്നെത്തി നൂറുകണക്കിന് ഭടന്മാർ ഇന്നവിടെ പകലില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര മന്ത്രി സഹമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനെ ഇവിടുത്തെ മുഖ്യമന്ത്രി പോലും എത്തുന്നതിന് മുൻപ് അവിടെ എത്തി. അപ്പൊ ആ ജോർജ് കുര്യന്റെ നേതൃത്വത്തില് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും സുഗമമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചു പോയത്. അപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ മാതൃകാപരമായി ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്തോ? അതായത് കേന്ദ്രം കൊടുത്ത മുന്നറിയിപ്പ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കിയില്ല. ഇത് ഓഖി ദുരന്തത്തിൽ ഉണ്ടായല്ലോ. ഓഖി ദുരന്തത്തിൽ കേരളത്തിനും തമിഴ്നാടിനും ഒരുപോലെ മുന്നറിയിപ്പ് കൊടുത്തു. തമിഴ്നാട് മുന്നറിയിപ്പ് പാലിച്ചു. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരാൾ പോലും മരിച്ചില്ല. കേരളത്തിൽ ധാരാളം പേര് മരിച്ചു. അപ്പോൾ ഇത് ഇന്നലെ തുടങ്ങിയതല്ല. കേന്ദ്രം കൊടുക്കുന്ന മുന്നറിയിപ്പുകൾ, അത് ഓഖിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സുനാമിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റേതൊരു മേഖലയിലാണെങ്കിലും കേന്ദ്രത്തിന് പുറംതിരിച്ചു നിൽക്കുക എന്നുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ നിലപാട് കേരളത്തിലെ ജനസംഖ്യ കുറയ്ക്കുന്ന തരത്തിൽ, ഇവിടുത്തെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള നുണപ്രചരണങ്ങൾ ഈ പാർലമെന്റിലും രാഷ്ട്രീയ രംഗത്തും നടത്തുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടിലേക്ക് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ, മുന്നണികൾ ഇനിയെങ്കിലും തിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കാണ് നഷ്ടം. ജനങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ 2 മുന്നണികൾക്കും എതിരായിട്ടുള്ള ഒരു നീക്കം നടത്തേണ്ടി വരും, കേരളത്തിനും മലയാളിക്കും രക്ഷപ്പെടണമെങ്കിൽ. ഓക്കെ, നമുക്കറിയാം സാർ, ഇവിടെ കേരളത്തിൽ എന്ത് ദുരന്തം നടക്കുമ്പോഴും പറയുന്ന ഒരു പ്രത്യേക ക്യാപ്സൂൾ ഉണ്ട്. ഇന്നിപ്പോൾ ഗാഡ്ഗിൽ മാധവ് അദ്ദേഹത്തിന്റെ ആ റിപ്പോർട്ടാണെങ്കിലും മറ്റൊട്ടേറെ സാങ്കേതിക റിപ്പോർട്ടുകളാണെങ്കിലും അതല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകളായാലും ഏജൻസികളുടെ മുൻപേ കൊടുത്ത റിപ്പോർട്ടുകളാണെങ്കിലും ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ, പബ്ലിക് ഇത് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് അന്യ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള ദുരന്തങ്ങളെ കാഴ്ചവെച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അതിനെ എക്സാമ്പിൾ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെയൊക്കെ എന്താ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉള്ളത് കൊണ്ടാണോ, അവിടെ പാറ പൊട്ടിച്ചത് കൊണ്ടാണോ, അവിടെ മഴ പെയ്തത് കൂടുതൽ പെയ്തത് കൊണ്ടാണോ, ഇതാണോ അതാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ബാലൻസിങ് പരിപാടി നടത്താറുണ്ട്. എങ്ങനെയാണ് സാർ അതിന് നമ്മൾ കാണുന്നത്? അല്ല, ഇവിടെ ഒരു ബാലൻസിങ് ഇല്ലല്ലോ. ഇപ്പൊ കർണാടകത്തിലൊരു ദുരന്തമുണ്ടായി എന്ന് പറയുമ്പോൾ കർണാടകത്തിന്റെ ദുരന്ത ഭൂമി നേരിട്ട് വീഡിയോയിൽ കാണുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം കേരളത്തിൻ്റെതിന് സമാനമായിട്ടുള്ള സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെയും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. നഷ്ടപ്പെട്ടവരെ മുഴുവൻ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. പശ്ചിമഘട്ടത്തിന്റെ ഘടന
കേരളം മുതൽ ഗുജറാത്ത് വരെ, അത് കേരളത്തിലും കർണാടകത്തിലും ഗോവയിലും മഹാരാഷ്ട്രയിലും കൂടി കടന്ന് ഗുജറാത്തിൽ പോയി കച്ചിൽ അവസാനിക്കുന്നിടം വരെ ഘടന ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ നോക്കൂ, കേരളത്തിലുള്ളത് പോലെ അപകടങ്ങളും മരണങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? ഈവൻ കർണാടകത്തിലാണെങ്കിൽ പോലും കേരളത്തോട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. കർണാടകത്തിനപ്പുറം ഗോവയിലോ ഗോവയ്ക്കപ്പുറം മഹാരാഷ്ട്രയിലോ ഇങ്ങനെയൊരു സംഭവം കേട്ടുകേഴ്വി പോലും ഇല്ല. കേരളത്തിൽ നിരന്തരമായിട്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താരതമ്യം ചെയ്താൽ പോലും വളരെ വ്യക്തമാണ് കേരളം എത്രയോ അപകടകരമായ അവസ്ഥയിലാണ് എന്നുള്ളത്. എന്നാൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായ എന്തെങ്കിലും ഒരു കാര്യത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ അശാസ്ത്രീയമായ അസത്യങ്ങളാണ് വിളമ്പുന്നത്. KC വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MP, അതായത് കോൺഗ്രസിലെ രണ്ടാമനെന്നോ മൂന്നാമനെന്നോ ഒക്കെ പറയാവുന്ന വ്യക്തി, പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം നാണം കെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് 2,60,000 പേര് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ട്രെയിൻ അപകടത്തിൽ ഇന്ത്യയിൽ മരിച്ചു. അപ്പൊ ആരൊക്കെയോ ചാടി എഴുന്നേറ്റ് ചോദിച്ചു, നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണോ? 2,60,000 പേര് ട്രെയിൻ അപകടത്തിൽ കഴിഞ്ഞ 5 കൊല്ലത്തിനിടെ മരിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, എനിക്ക് തെറ്റുപറ്റിയതല്ല എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന ആൾക്കാരൊക്കെ തലയിൽ കൈവച്ചു, പലരും ചിരിച്ചുപോയി. എന്താ ഈ മനുഷ്യൻ പറയുന്നത്? അപ്പോൾ ഇതാണ് ഇവരുടെ കമ്പാരിസൺ, ഇതാണ് താരതമ്യം. അപ്പോൾ കണക്കുകൾ വെച്ച് കൃത്യമായിട്ട് തെളിയിക്കാൻ കഴിയുന്ന വസ്തുതകളെ പോലും കള്ള കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് ശാസ്ത്രീയമായിട്ടാണ് ഞാൻ പറയുന്നതെന്ന് പാർലമെന്റിൽ പോലും എഴുന്നേറ്റ് നിന്ന് ആവർത്തിച്ചുകൊണ്ട് യാതൊരു പിൻബലവും ഇല്ലാത്ത കാര്യങ്ങളെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്തായതുകൊണ്ട് നമുക്കിതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നുണപ്രചരണങ്ങളെ ശാസ്ത്രീയമായ താരതമ്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ശൈലി കമ്മ്യൂണിസ്റ്റുകാരന് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കോൺഗ്രസ്സുകാരനും കടമെടുത്തിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് സംസർഗം കൊണ്ടായിരിക്കാം. സർ, നമുക്കറിയാം അതുപോലെ തന്നെ സുരേഷ് ഗോപിയെ വലിച്ചിഴച്ചുകൊണ്ടുള്ള വലിയൊരു ക്യാമ്പയിൻ തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സുരേഷ് ഇപ്പൊ കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ വീഡിയോ കണ്ടു. അതായത് രാഹുൽ ഗാന്ധി ഈ ഒരു ദുരന്ത സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ അത് തന്നെ മുസ്ലിം നാമധാരികളാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ മൃഗീയ ഭൂരിപക്ഷം കൊടുത്ത് വിജയിപ്പിച്ച വയനാട് മണ്ഡലത്തിലെ ഈ മുസ്ലിങ്ങൾ തന്നെ അയാൾക്കെതിരെ തിരിഞ്ഞുകൊണ്ട് താൻ എങ്ങോട്ടാണോ പോകുന്നത്, കാലിൽ ചെളി പുരളാതിരിക്കാൻ വണ്ടിയിൽ കയറിക്കൊണ്ട് ആരെ കാണിക്കാനോടോ ഷോ കാണിക്കാൻ ഇവിടേക്ക് വരേണ്ടെന്ന് നാട്ടുകാർ, ആ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾ തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം. അപ്പോ അവിടേക്ക് ഷോ കാണിക്കാൻ ഈ സുരേഷ് ഗോപിയെ പോലെയുള്ള ആ ഒരു സെലിബ്രിറ്റി അവിടേക്ക് ചെന്നുകൊണ്ട് അവിടെ നടക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ജനക്കൂട്ടം കൂടും അതിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക. ഇത് ആ രീതിയിലാക്കിയെടുത്താൽ മാത്രമേ ജനങ്ങൾക്ക് സംതൃപ്തി വരികയുള്ളൂ എന്ന അവസ്ഥ എത്തിയിട്ടുണ്ട്. സത്യത്തിൽ സുരേഷ് ഗോപി സാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ ചെയ്യുന്നതായിട്ട് സാറിന് വല്ല അറിവ് കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി എന്നുള്ള സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നിരവധിയായ കാര്യങ്ങളുണ്ട്. ഒരു ദുരന്ത സ്ഥലത്തേക്ക് പോയി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനെ അയക്കുകയും അന്ന് യാത്ര ചെയ്യാൻ പോലുമുള്ള രോഗാവസ്ഥയിൽ ഡൽഹിയില് ചികിത്സയിൽ കഴിയുന്ന സുരേഷ് ഗോപി ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായിട്ട് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനതയ്ക്കും കേന്ദ്ര ഗവൺമെന്റിനും ഇടയ്ക്ക് ഒരു പാലം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. ഈ വസ്തുതകൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭരണരംഗത്ത് 5 കൊല്ലക്കാലം കേന്ദ്രമന്ത്രിയുടെ OSD ആയിരിക്കുകയും 3 കൊല്ലക്കാലം കേന്ദ്രമന്ത്രിയുടെ പദവി തന്നെയുള്ള ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആയിരിക്കുകയും ചെയ്ത 8 വർഷക്കാലത്തെ കേന്ദ്ര ഭരണ പരിചയമുള്ള ആളിനെ ഡിപ്പാർട്ട്മെന്റുകളുടെ കോർഡിനേഷന് വേണ്ടി കേരളത്തിലേക്ക് അയച്ചത്. അപ്പോൾ ആ രംഗത്ത് ശ്രീ ജോർജ് കുര്യൻ ചെയ്ത കാര്യങ്ങൾ വളരെയേറെ നിസ്തുലമാണ്. എന്നാൽ അതേസമയം കേരളത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഡൽഹിയിലെ പാർലമെന്റ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഉള്ളപ്പോൾ അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് 3 സേനകളുടെ കേരളത്തിലേക്ക് അയക്കാനും അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ടീം അംഗങ്ങളെ കേരളത്തിലേക്ക് അയക്കാനും ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള ഓഫീസിന്റെ എല്ലാവിധ സപ്പോർട്ടുകളും ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ഒരു കേന്ദ്രമന്ത്രി ഡൽഹിയിൽ നിൽക്കുകയും ഒരു കേന്ദ്രമന്ത്രി കേരളത്തിലെത്തുകയും ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച ആ ഒരു കേന്ദ്ര ഗവൺമെന്റ് മെക്കാനിസത്തിന്റെ ഭാഗം ഒരു പാലത്തിന്റെ അങ്ങേയറ്റത്തെ തൂണും ഇങ്ങേയറ്റത്തെ തൂണും പോലെ ഡൽഹിയിലെ തൂണായിട്ട് സുരേഷ് ഗോപിയും കേരളത്തിലെ തൂണായിട്ട് ജോർജ് കുര്യനും പ്രവർത്തിച്ചുകൊണ്ട് കേരളവും ഡൽഹിയും തമ്മിലുള്ള പ്രവർത്തനത്തെ ഏകോപിപ്പിച്ച ഏറ്റവും ശാസ്ത്രീയമായ കാര്യത്തിൽ നിസ്തുലമായിട്ടുള്ള സേവനമാണ്
സുരേഷ് ഗോപി ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. സാർ, നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം നാമധാരിയാണ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഫേസ്ബുക്കിൽ ഇന്ന് വ്യാപകമായിട്ടുള്ള ഒരു ചിത്രമുണ്ട്. അതായത് DYFI, SDP അടക്കമുള്ള ഒട്ടേറെ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും നിരോധിത സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടി സംഘടനകൾ കൂടിയായിട്ടുള്ള ഒട്ടേറെ സംഘടനകൾ നിരന്നു നിൽക്കുന്ന ഒരു ഫോട്ടോ. അതിൽ കാണിക്കാത്ത ഒരു പേര്, പ്രത്യേകമായിട്ട് കാണിക്കാത്ത ഒരേ ഒരു സംഘടന ഉണ്ടായിരുന്നുള്ളൂ, സേവാഭാരതി എന്നുള്ളത്. സേവാഭാരതിക്ക് പരസ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്നുള്ള സിസ്റ്റത്തിൽ തന്നെയാണ് സേവാഭാരതി പ്രവർത്തിക്കുന്നത് എന്നറിയാം. എങ്ങനെയാണ് സാർ, സേവാഭാരതിക്ക് ഇതിൽ ഒട്ടും പങ്കില്ലേ ഈ ദുരന്ത രക്ഷാദൗത്യത്തിലോ മറ്റുള്ളതിലൊന്നും? ഈ ദുരന്തത്തിന്റെ ഭൂമിയിലേക്ക് ആദ്യം എത്തുകയും ദുരന്ത ഭൂമിയിൽ നിന്ന് ഏറ്റവും അവസാനം അവിടെ നിന്ന് പോരുകയും ചെയ്യുന്ന സംഘടനയുടെ പേരാണ് സേവാഭാരതി. ഇവരെല്ലാം നാളെ ക്യാമറ അവിടുന്ന് പോരുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം പോരും. മീഡിയയുടെ ക്യാമറകൾ പോന്നു കഴിഞ്ഞാലും പോരാത്തവരാണ് സേവാഭാരതി. ഇതിനു മുമ്പ് കേരളം കണ്ട എല്ലാ ദുരന്തങ്ങളിലും എല്ലാവരും പോയി കഴിയുമ്പോഴും വീടുകൾ വൃത്തിയാക്കാനും ശവശരീരങ്ങൾ മറവ് ചെയ്യാനും റോഡുകൾ പുനർനിർമ്മിക്കാനും പാലങ്ങൾ ഉണ്ടാക്കാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നത് വരെ അവർക്ക് ഭക്ഷണം എത്തിക്കാനും മരുന്നെത്തിക്കാനും എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി ഇന്ന് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും വളരെ ശാസ്ത്രീയവും സജീവവും സക്രിയവുമായിട്ട് പ്രവർത്തിക്കുന്ന NGO ആണ് സേവാഭാരതി. ആ സേവാഭാരതിക്ക് ഈ പറഞ്ഞ പോലെ ക്യാമറയുടെ മുമ്പിൽ മാത്രം പ്രവർത്തിക്കാൻ ഉള്ള ഒരു ആഗ്രഹവും ഇല്ല. ഈ കാലത്താണല്ലോ ക്യാമറയൊക്കെ വന്നത്. ഈ ക്യാമറയും വീഡിയോയും എന്നൊക്കെ വരുന്നതിന് മുമ്പ് സേവാഭാരതി ഉണ്ടായിരുന്നു. ഇനി ഇവരാരും തിരിച്ചു നോക്കിയില്ലെങ്കിലും സേവാഭാരതി ഉണ്ടായിരിക്കും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സേവാഭാരതിയുടെ അത്തരം നിസ്തുലമായ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അടിത്തറ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അതിന് യാതൊരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. പബ്ലിസിറ്റി സേവാഭാരതി ഒട്ട് കാക്ഷിക്കുന്നുമില്ല. എന്തായാലും സേവാഭാരതി ഇല്ലാത്ത ഒരു കാലവും സേവാഭാരതി ഉള്ള ഒരു കാലവും ജനം തിരിച്ചറിയുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ പോലും ബാക്കി എല്ലാവരും അവിടെ നിന്ന് മലയിറങ്ങി കഴിയുമ്പോൾ അവിടെ അവശേഷിക്കുന്ന ഏക സന്നദ്ധ സംഘടന സേവാഭാരതി ആയിരിക്കും. സേവാഭാരതിയുടെ ഈ കഴിവും സന്നദ്ധതയും അറിയാവുന്നത് കൊണ്ട് ആദ്യം ദുരന്തമുണ്ടായി 24 മണിക്കൂറിനകം ഞാനൊക്കെ ഇരിക്കുന്ന കോട്ടയം ജില്ലയിൽ നിന്ന് ഒരു വലിയ ട്രക്ക് നിറയെ നാഷണൽ പെർമിറ്റ് ലോറി നിറയെ സാധനങ്ങൾ അയച്ചു. പക്ഷേ ഒരു ലോറി സാധനം കൂടെ ബാക്കിയുണ്ടായിരുന്നു, കുടിവെള്ളം അടക്കം. അത് അയക്കാൻ സാധിച്ചില്ല, കാരണം അതിനു മുമ്പ് അവിടെ തടഞ്ഞു. അതായത് ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നും അവശ്യ വസ്തുക്കളും കൊണ്ടുചെന്നെത്തുന്ന സ്ഥാപനങ്ങളെ, അതുപോലെ തന്നെ അവരുടെ വാഹനങ്ങളെ, അവരുടെ സന്നദ്ധ പ്രവർത്തകരെ അങ്ങോട്ട് കടത്തിവിടാതിരുന്നത് ശ്രീമാൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ആരും ഇങ്ങോട്ട് വരാൻ പാടില്ല, ഒരു സാധനവും തരാൻ പാടില്ല, അങ്ങനെയൊന്നും ആവശ്യം ഇവിടെ ഇല്ല, ഇതൊക്കെ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയും എന്ന്. പക്ഷെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വമ്പൻ പരാജയമാണെന്ന് കഴിഞ്ഞ പലതവണ കേരളം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഇനിയും ഇവിടെയും അത് സംഭവിക്കാൻ പോവുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം? വളരെ വ്യക്തമാണ്. പിണറായി വിജയന് ആവശ്യമുള്ള, അവർക്ക് പിന്തുണ കൊടുക്കുന്ന ചില ആൾക്കാരെ മാത്രം ദുരന്ത ഭൂമിയിലെ ക്യാമറകൾക്ക് മുമ്പിൽ നിരത്തി നിർത്തി വീഡിയോയും ഫോട്ടോയും എടുക്കുന്നത് വരെ മറ്റാരും വരാൻ പാടില്ല. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോയും ഫോട്ടോയും വന്നു കഴിഞ്ഞതിന് ശേഷം അവരൊക്കെ ക്യാമറയും മടക്കി മലയിറങ്ങി കഴിയുമ്പോൾ പിന്നെ സേവാഭാരതി പൊക്കോട്ടെ എന്നുള്ളൊരു മനോഭാവമാണ് പിണറായി വിജയൻ പുലർത്തുന്നത്. പക്ഷേ ജനങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ അവര് തന്നെ സേവാഭാരതിയെ വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമാണ്. സർ, നമ്മൾക്കറിയാം ദുരന്തബാധിതർ, അവർക്ക് ഇന്നിപ്പോൾ വേണ്ടത് അവരുടെ ബന്ധുജനങ്ങൾ, അതല്ലെങ്കിൽ അവരുടെ ഉറ്റ മിത്രാദികൾ ഈ മണ്ണിനടിയിലുണ്ടോ, ജീവനോടെയുണ്ടോ, ഞങ്ങൾക്ക് ഇനി എന്താണ് ബാക്കിയുള്ളത് എന്ന ആ ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ്. അവരുടെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ മൃതശരീരം ദഹിപ്പിക്കുക. ഇങ്ങനെ ഏകദേശം 2-3 ആഴ്ചകൾ നീളുന്ന തിരച്ചിൽ ഇനി എത്ര നീണ്ടു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് ഇതാണ് എന്നിരിക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ കഴിഞ്ഞ ദിവസം സൂരജ് പാലാക്കരൻ ട്രൂ TV പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ശവന്തീനി കഴുകന്റെ ചിരിയോടുകൂടി എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. അതായത് അതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന പിണറായി വിജയന്റെ ആ മുഖഭാവം പെട്ടെന്ന് വളരെ ഒരു ചിരിയോടുകൂടി ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് അതിനെ അങ്ങനെ വിശേഷിപ്പിച്ചതിൽ നമ്മൾക്ക് വ്യക്തിപരമായിട്ട് അത്തരത്തിലൊരു അഭിപ്രായം ഒന്നുമില്ല. എന്നിരുന്നാലും കാണുന്ന പ്രേക്ഷകർക്ക് അത് തോന്നും. അതുകൊണ്ട് ദുരന്ത സമയത്ത് ഈ നിധി സമ്പാദിക്കലല്ല, അതല്ലെങ്കിൽ ആ സമ്പാദിച്ച നിധി, ഇപ്പൊ നമ്മൾക്കറിയാം പെട്ടിമുടിയായാലും കവളപ്പാറയായാലും പുത്തുമലയായാലും
ഒട്ടേറെ ദുരന്തങ്ങൾ കഴിഞ്ഞ അവിടങ്ങളിലൊന്നും ഇന്നും ദുരിത സഹായം എത്തിയിട്ടില്ല. അതല്ലെങ്കിൽ ദുരിത സഹായത്തിന് വേണ്ടി കൊടുത്ത ഫണ്ട് പാത്തുമ്മയുടെ ആട് വിറ്റിട്ടായാലും വേണ്ടില്ല, സഹോദരിമാരുടെ കമ്മല് വിറ്റിട്ടായാലും വേണ്ടില്ല, കുഞ്ഞു മക്കളുടെ കുടുക്ക പൊട്ടിച്ചിട്ടായാലും വേണ്ടില്ല, അത്തരത്തിൽ കളക്ട് ചെയ്ത ആ ഫണ്ട് വകമാറ്റി ചിലവഴിച്ചതും പിണറായി വിജയൻ തന്നെയാണ് എന്ന് ചരിത്രം അതിന് കൃത്യമായിട്ട് രേഖകളുണ്ട് എന്നിരിക്കാം. ആരെ വിഡ്ഢിയാക്കാനാണ് ഇദ്ദേഹം പറയുന്നത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും കൃത്യമാണ്, അത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇദ്ദേഹം വിളിച്ചു പറയുന്നതും മാധ്യമങ്ങളിലൂടെ വിളിച്ച് പറയിപ്പിക്കുന്നതും നമ്മൾ കണ്ടു. ഇവിടെ ഇപ്പോൾ നടത്തേണ്ടത് ഈ പണപ്പിരിവാണ് സർ. മാത്രമല്ല സഖാക്കന്മാർ ചുവന്ന ബക്കറ്റുമായിട്ട് ഇറങ്ങിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് സർ ഈ നടത്തുന്നത്? ഓരോ ദുരന്തവും കൊള്ളയ്ക്കുള്ള ഓരോ അവസരങ്ങളായിട്ടാണ് കേരളത്തിന്റെ ഇടതുപക്ഷ ഭരണകൂടം ഉപയോഗിച്ചത്. മഹാപ്രളയത്തിന് വേണ്ടി ദുരിതാശ്വാസമായി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത 2400 കോടി രൂപയിൽ 1000 കോടി രൂപ ഇപ്പോഴും കാണാനില്ല. അതിന്റെ കണക്കില്ല, പണം എവിടെ പോയി എന്ന് അറിയില്ല. കേന്ദ്ര ഗവൺമെന്റ് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഇവർക്ക് മറുപടിയില്ല. 1000 കോടി രൂപ സഖാക്കന്മാർ അടിച്ചു മാറ്റിയതാണെന്നുള്ളത് പിന്നീട് ലോകത്തിന് മനസ്സിലായി. പാർട്ടിക്ക് തന്നെ നടപടി എടുക്കേണ്ടി വന്നു. പത്രമാധ്യമങ്ങളിൽ ഈ വസ്തുതകൾ വന്നു. അപ്പോൾ സാങ്കേതികമായ നുണ പറഞ്ഞുകൊണ്ടാണ് അന്ന് അവര് മുഖം രക്ഷിക്കാൻ ശ്രമിച്ചത്. അതായത് ഹെലികോപ്റ്റർ തന്നതിന്റെ വാടക ചോദിച്ചു, ഭക്ഷ്യവസ്തുക്കളുടെ വില ചോദിച്ചു എന്നൊക്കെ. ഇവിടെ ഒരു വസ്തുതയുണ്ട്. ഇപ്പോ ഹെലികോപ്റ്റർ കേന്ദ്ര ഗവൺമെന്റ് തന്നാൽ അതിന് വാടക അടയ്ക്കാനുള്ള പണവും കേന്ദ്ര ഗവൺമെന്റ് തരുന്നുണ്ട്. അപ്പോൾ ആ പണം, കേന്ദ്ര ഗവൺമെന്റ് തരുന്ന പണം എടുത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ വാടക ഹെഡിലേക്ക് തിരിച്ചടയ്ക്കുന്ന പണി മാത്രമേ കേരളത്തിനുള്ളൂ. കേന്ദ്രം ഇങ്ങോട്ട് തരുന്ന ഏതൊരു ദുരിതാശ്വാസ സംവിധാനങ്ങൾക്കും അതിന്റെ പിന്നിലെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ആ അക്കൗണ്ട് പൂർത്തിയാക്കി തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത കേരളത്തിനുണ്ട്. ഈ അക്കൗണ്ടിന് ചെലവ് വരുന്ന മുഴുവൻ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് തരുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തരുന്ന സാധനങ്ങൾ, സേവനങ്ങൾ എന്നിവയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് തന്നെ പ്രതിഫലം നിശ്ചയിച്ച് ആ പ്രതിഫലം കൊടുക്കാനുള്ള പണവും കൂടി കേന്ദ്ര ഗവൺമെന്റ് തന്നെ തന്ന് അതിന്റെ കണക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ കള്ളക്കണക്ക് എഴുതാൻ പോലും കഴിയാത്ത രീതിയിൽ കൊള്ളയടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ കേന്ദ്രത്തിനെതിരെ കുറ്റം പറയുക, അത് മാത്രമേ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ഏതായാലും ഈ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നടത്തിയ കൊള്ള കയ്യോടെ പിടിക്കുകയും സഖാക്കന്മാരൊക്കെ പ്രതികളാവുകയും അവർക്കെതിരെ പാർട്ടി നടപടിയെടുക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ തട്ടിപ്പ് ഇത്തവണ ഏശിയില്ല. ജനങ്ങൾ വേണ്ടത്ര സഹകരിച്ചില്ല. പിന്നെ CPM പാർട്ടിയുടെ ത്രിപുര യൂണിറ്റ് പൈസ കൊടുത്തു, പശ്ചിമ ബംഗാളിൽ നിന്ന് പൈസ കിട്ടി, അല്ലെങ്കിൽ അവരുടെ ട്രേഡ് യൂണിയൻ പൈസ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ നിർബന്ധിത പിരിവ് എന്നുള്ള നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ മുഖം രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടി മാത്രമേ ഉള്ളൂ. അല്ലാതെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഒഴുക്ക് ഇത്തവണ ഉണ്ടായില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കള്ളന്മാരുടെ, കൊള്ളക്കാരുടെയും ദുരിതാശ്വാസത്തിന് വേണ്ടിയുള്ള നിധിയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഈ കള്ളന്മാരുടെ നിധിയിലേക്ക് പണം കൊടുക്കാൻ ഇത്തവണ ജനങ്ങൾ തയ്യാറായിട്ടില്ല. സർ, വയനാട് നടന്ന മഹാദുരന്തത്തെക്കാൾ ഉപരി ഇപ്പൊ ഇവിടെ ഒട്ടേറെ ആളുകൾ പറയുന്ന ഒരു കമന്റ് ഉണ്ട്. ആ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണ് ഇന്ന് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വലിയൊരു ദുരന്തം എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ഈ കേരളം, ഇത് നമുക്കറിയാം, ഭരണം തുടങ്ങിയത് പിണറായി വിജയന്റെ ആദ്യ ഭരണമായിക്കോട്ടെ, രണ്ടാമത് വന്ന ഭരണമായിക്കോട്ടെ, ആ കാലം ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ ഇന്നേ വരെ കേരളം നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്ത കാലഘട്ടത്തിലൂടെ അല്ലേ നമ്മൾ കടന്നു പോകുന്നത്. ഇനി ട്രോളുകാരൊക്കെ പറയുന്ന പോലെ ഇയാൾക്ക് ഈ മാൻഡ്രേക്ക് എഫക്ട് അതുപോലെയുള്ള വല്ല എഫക്റ്റുകളും ഉണ്ടോ? അതല്ലെങ്കിൽ സൂരജ് പാലാക്കാരൻ തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഇയാളുടെ നക്ഷത്രം ഏതാണ്? ഏറ്റവും ശനി പിടിച്ച നക്ഷത്രമാണോ? ഒരു നാടിനെ കുട്ടിച്ചോറാക്കാനുള്ള ഒരു നക്ഷത്രമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന രീതിയിൽ വരെ അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. എങ്ങനെയാണ് സാർ, ഈ ഒരു ദുരന്ത നായകനാണോ ഇയാൾ? ദുരന്തം മാത്രം സമ്മാനിച്ച ഈ കേരളത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദുരന്ത നായകനെ എങ്ങനെയായിരിക്കും സാർ വിശേഷിപ്പിക്കുക? യഥാർത്ഥത്തിൽ ഇത് അയാളുടെ നക്ഷത്രത്തിന്റെ കുഴപ്പമൊന്നുമല്ല. പിണറായി വിജയന്റെ നക്ഷത്രമല്ല കുഴപ്പം. പിണറായി വിജയന്റെ പ്രത്യയശാസ്ത്രമാണ് കുഴപ്പം. പിണറായി വിജയൻ ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ലോകത്ത് 56 രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്നു. ഒരു രാജ്യം പോലും സാമ്പത്തികമായി രക്ഷപ്പെട്ടില്ല, സാമൂഹികമായി രക്ഷപ്പെട്ടില്ല. ഇന്നും പട്ടിണിയിൽ കിടന്ന് ഉഴലുകയാണ്. പക്ഷെ ഈ വസ്തുതകൾ മനസ്സിലാക്കിയ ചൈനീസ് ഭരണകൂടം 1990-ൽ കമ്മ്യൂണിസം ഉപേക്ഷിച്ചുകൊണ്ട് ലിബറലിസത്തിലേക്കും അതുപോലെ തന്നെ ക്യാപിറ്റലിസത്തിലേക്കും തിരിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ചൈനക്കാരൻ കഞ്ഞിയെങ്കിലും കുടിച്ച് അവശേഷിക്കുന്നത്.
ബാക്കി മുഴുവൻ നാടുകളും പട്ടിണിയിലേക്ക് പോയി. അതിന്റെ കാരണം ശാസ്ത്രീയമല്ലാത്ത, അശാസ്ത്രീയമായ, കാലഹരണപ്പെട്ട, അടിസ്ഥാനരഹിതമായ, അബദ്ധ പ്രത്യയശാസ്ത്രമായ കമ്മ്യൂണിസം അതിനെ ഉയർത്തിപ്പിടിക്കുകയും അതുപയോഗിച്ച് ഭരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. കേരളത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം കേരളം ഇന്നും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസമാണ്. അവര് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. കാരണം പശ്ചിമ ബംഗാളും ത്രിപുരയും എന്നല്ല, ലോകത്ത് കമ്മ്യൂണിസം അധികാരത്തിൽ വന്ന എല്ലാ പ്രദേശങ്ങളും ദരിദ്രമായി പോയി. അവിടുത്തെ മുഴുവൻ ജനതയും ദാരിദ്ര്യത്തിൽ അമർന്നുപോയി, തകർന്നുപോയി, രാജ്യങ്ങൾ തന്നെ തകർന്നുപോയി. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസത്തെ വീണ്ടും കേരളം മുറുകെ പിടിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ എന്നല്ല, അയാളുടെ നക്ഷത്രം എന്നല്ല, ഇടതുപക്ഷത്തിന്റെ ആര് ഭരിച്ചാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ. പക്ഷെ മലയാളിക്ക് പറ്റുന്നൊരു അബദ്ധം അതിനേക്കാൾ വലിയ അബദ്ധമുണ്ട്. എന്നാൽ പിന്നെ പിണറായി വിജയനെ താഴെ ഇറക്കിയിട്ട് UDF കയറ്റിയേക്കാവുന്ന വെക്കും. അപ്പോ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറിയ പോലെയാണ്. മന്ത് ഒരിക്കലും മാറുകയില്ല. അതുകൊണ്ട് കേരളത്തിന്റെ ഈ മന്തുകാൽ അവസാനിപ്പിക്കണമെങ്കിൽ ഇടതുകാലിലെ മന്തായ ഇടതു മുന്നണിയും വലതുകാലിലെ മന്തായ വലതു മുന്നണിയും ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ന് ഒരു മൂന്നാം മുന്നണി എന്ന നിലയിൽ ഉയർന്നു വന്നിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തെ അധികാരത്തിലേറ്റിയാൽ മാത്രമേ കേരളത്തിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ അവസാനിക്കുകയുള്ളൂ. സാർ, ഇപ്പൊ നമ്മൾക്കറിയാം കേരള ഖജനാവ് കാലിയാണ് എന്നുള്ളത് ഏതൊരാൾക്കും അറിയാം. പൂച്ച പെറ്റ് കിടക്കുന്ന പൂച്ചയെ പോലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം പൂച്ചയൊക്കെ കുറച്ചെങ്കിലും കാശുള്ള വീട്ടിലെ പെറ്റ് കിടക്കാൻ പോവുള്ളൂ എന്ന് പറയാം. അതുകൊണ്ട് പൂച്ചയെ കുറ്റം പറയുന്നില്ല. അത്തരത്തിലുള്ള ഒരു കാലി ഖജനാവാണെന്നറിയാം. നിത്യവൃത്തിക്കുള്ള ചിലവിന് നടത്താനുള്ള കാശ് പോലും വരാത്തൊരു ഖജനാവാണെന്ന് അറിയാം. ഇവിടുത്തെ അത്ര കണ്ട് നടത്തുന്ന കൊള്ളയും അതല്ലെങ്കിൽ കൊള്ളിവെപ്പും ആ ഒരുപാട് ചിലവുകൾ പെരുപ്പിച്ച് കാണിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. ഇത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ സഹായത്തിൽ മാത്രമാണ് ഇവിടെ എന്തെങ്കിലും നടന്നു പോകുന്നത് എന്ന് അറിയുന്ന മലയാളികൾ കൃത്യമായിട്ടും അതിനെ തള്ളിക്കൊണ്ട് ഇവരെ പുകഴ്ത്തുന്നതൊക്കെ നമ്മൾക്കറിയാം. അതൊക്കെ മാറ്റിവെക്കാം. ഇവിടെ നമ്മൾക്കറിയാം ദേശീയപാതയായാലും മറ്റ് ഒട്ടേറെ വികസനങ്ങൾ, നമ്മുടെ കണ്ണിൽ കാണുന്ന വികസനങ്ങൾ പൂർണ്ണമായിട്ടും കേന്ദ്രമാണ് നടത്തുന്നത് എന്നറിയാം. എന്നാൽ നമ്മുടെ പിണറായി വിജയന്റെ മരുമകൻ അടക്കമുള്ള റിയാസും പിണറായി വിജയനും ഒക്കെ ഫ്ലക്സ് വിപ്ലവം മാത്രമേ ഇവിടെ നടത്തുന്നത് അറിയാം. ഇപ്പൊ കണ്ടു നമ്മൾ ഇവിടെ ഈ വയനാട് ദുരന്തം നടന്ന സമയത്ത് ബെയിലി പാലം നിർമ്മിച്ച അതിന് സൈന്യത്തിന് ഭാരതത്തിന്റെ പട്ടാളത്തിന് ചെറിയൊരു അഭിനന്ദനം പോലും പറയാതെ അതും ഈ മരുമകൻ ഉണ്ടാക്കിയ പോലെ, പിണറായി വിജയൻ ഉണ്ടാക്കിയ പോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും നമ്മൾ കണ്ടു. എങ്ങനെയാണ് സാർ ഈ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന ഇവന്മാരുടെ ആ ഒരു മാനസികാവസ്ഥയെ എങ്ങനെയാണ് സാർ കാണുന്നത്? ഒരു കേന്ദ്രത്തിന്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സാർ കേരളത്തിന്റെ അവസ്ഥ? ഇന്ന് ശരിക്കും ഈ കേന്ദ്ര ഭരണകൂടമാണ് കേരള സർക്കാരിനെ താങ്ങി നിർത്തുന്നത്. പ്രത്യയശാസ്ത്രപരമായി കമ്മ്യൂണിസം ആണെങ്കിലും അതിനെ അംഗീകരിക്കാൻ BJPക്ക് കഴിയില്ലെങ്കിലും BJP ഭരിക്കുന്നത് ഭാരത ഗവൺമെന്റ് ആണ്. അപ്പൊ ഭാരത ഗവൺമെന്റിന് രാഷ്ട്രീയം പാടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഭരിക്കുന്ന കക്ഷിയുടെ പേരോ കൊടിയോ നോക്കാതെ ഇന്ത്യയിലെ മുഴുവൻ ഭാരതീയരെയും സംരക്ഷിക്കാനുള്ള ചുമതലയുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടക്കാതിരിക്കണമെങ്കിൽ, അവർക്ക് മരുന്ന് മേടിക്കാനുള്ള പെൻഷൻ മുടങ്ങാതിരിക്കണമെങ്കിൽ, അവർക്ക് അരിയും ഗോതമ്പും കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കണമെങ്കിൽ, ദുരന്തമുഖങ്ങളിൽ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ചെയ്യണമെങ്കിൽ അത് ഭാരതത്തെ ഒന്നായി കാണുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ദൗത്യം, ചുമതല, കടമ എന്നുള്ള നിലയിലാണ് അവർ ചെയ്യുന്നത്. പക്ഷേ യാതൊരു ഉളുപ്പുമില്ലാത്ത, യാതൊരു മാന്യതയോ മര്യാദയോ മനുഷ്യത്വമോ ഇല്ലാത്ത കേരളത്തിന്റെ ഭരണകൂടം ഇത് മുഴുവൻ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് അടിച്ചെടുക്കുമ്പോൾ പതുക്കെയാണെങ്കിലും ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുക തന്നെ ചെയ്യും. അതിന്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ റിസൾട്ടിൽ നമ്മൾ കണ്ടത്. ഒന്നുമില്ലാതിരുന്ന BJP കേരളത്തിൽ 20% വന്നു എങ്കിൽ ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും വോട്ട് ചെയ്തുകൊണ്ടിരുന്നവർ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ ആയിരുന്നവർ, ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിനോടൊപ്പം ചേരാൻ തയ്യാറാവുന്നത് ഈ ദുരനുഭവങ്ങളുടെ പരമ്പരകളിലൂടെ കടന്നു വന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ദുരനുഭവങ്ങൾ ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ വേഗം BJP കേരളത്തിൽ അധികാരത്തിൽ വരും. അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരോക്ഷമായിട്ട്. അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും. സർ, എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തു എന്നാണ് വിശ്വാസം. എന്നിരുന്നാലും എന്താണ് മലയാളികളോട്, വ്യത്യസ്ത രാഷ്ട്രീയ ജാതി മത ഭേദമന്യുള്ള മലയാളികളോട് സാറിന് ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി എന്നത് മാറ്റിവെച്ചേക്കാം, ഒരു ആസ് എ ഹ്യൂമൻ അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് സാർ ഒരു കാര്യമായിട്ട് ഇനി പറയാനുള്ളത്? അതായത് സ്വന്തം തലച്ചോറ് വാടകയ്ക്ക് കൊടുക്കരുത്, ചിന്തകൾ കടം വാങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ പലപ്പോഴും പുച്ഛിക്കുമായിരുന്നു പാണ്ഡികളാണ്, തമിഴന്മാര് വിവരമില്ല എന്ന്.
പക്ഷെ ഇന്ന് തമിഴ്നാട്ടുകാര് കേരളത്തെക്കാൾ എത്രയോ മടങ്ങ് സമ്പന്നരായി കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ എല്ലാം ഉള്ളത് ഇന്ന് തമിഴ്നാട്ടിലാണ്. അതുപോലെ തമിഴ്നാടിന്റെ GDP എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള തമിഴ്നാട്ടുകാരനെ കണ്ടുപിടിക്കുക, ഇല്ലെങ്കിൽ കർണാടകക്കാരനെ കണ്ടുപിടിക്കുക. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി തീർത്ഥാടനം നടത്തുന്ന മലയാളി നമ്മുടെ ഇവിടെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടാക്കിയിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുവെങ്കിൽ എന്തുകൊണ്ട് സാധിക്കുന്നു? അവിടെ കമ്മ്യൂണിസം ഇല്ല, അവിടെ കോൺഗ്രസും ആധിപത്യം ചെലുത്തുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഭരിച്ചിടത്തൊക്കെ ദാരിദ്ര്യം വിതയ്ക്കുകയും ഭാരതീയ ജനതാ പാർട്ടി വന്നിടത്തൊക്കെ സമൃദ്ധമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ജനത മറ്റ് സംസ്ഥാനങ്ങളെയും കേരളത്തെയും താരതമ്യം ചെയ്താൽ മാത്രം മതി, അവര് രക്ഷപ്പെടും. ഇനി താരതമ്യം ചെയ്ത് പഠിക്കാൻ തയ്യാറാവുന്നില്ല എങ്കിൽ ഇടത് വലത് മുന്നണികളെ മാറി മാറി പരീക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാതെ സർവനാശത്തിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് ഈ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും മലയാളി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്തരമൊരു ദുരന്തം എന്നുള്ളത് ഇവിടുത്തെ ഭരണകൂടം സമ്മാനിച്ചതാണ്. മഴ കൊണ്ടല്ല, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ കൊണ്ടല്ല, മണ്ണിടിച്ചിൽ കൊണ്ടല്ല. ഇവിടുത്തെ ഭരണകൂടത്തിന് കിട്ടിയ മുന്നറിയിപ്പ് പോലും അവഗണിച്ചത് കൊണ്ടാണ്. അപ്പൊ ഭരണകൂട സൃഷ്ടിയായിട്ടുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന മണ്ണിൽ ഞങ്ങളുടെ ഭാവി ഞങ്ങൾ തുലയ്ക്കണമോ എന്നുള്ള ഗൗരവപരമായ ചിന്ത മലയാളിക്കുണ്ടാവണം എന്നാണ് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഏതൊരു ദുരന്തം നടന്നു കഴിഞ്ഞാലും ആ ദുരന്തത്തിൽ ഇരകളാവുന്നത് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനവിഭാഗം തന്നെയാണ്. നേരത്തെ സാറ് പറഞ്ഞ പോലെ MLA-യോ MP-മാരോ അതല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രതിനിധി പോലും അതിൽ പെടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മാത്രമല്ല ഓരോ സാധാരണക്കാരും മലയിടുക്കിലേക്ക് വീട് വെക്കാൻ പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. തുച്ഛ വരുമാനക്കാരായിട്ടുള്ള അതല്ലെങ്കിൽ കുഞ്ഞു ശമ്പളത്തിൽ അത്തരത്തിലുള്ള ദയനീയത മാത്രം കൈമുതലായിട്ടുള്ള ആളുകൾ അത്തരത്തിൽ വെക്കുന്ന കുടിലുകൾ ഒന്നടങ്കം ഒരു ചെറിയൊരു നഗരം തന്നെ അതല്ലെങ്കിൽ ചെറിയൊരു ടൗൺ തന്നെ ഒലിച്ചു പോകുന്ന രീതിയിലേക്ക്, ഇനി 600-700 കടന്നു പോകുമോ മരണം എന്ന രീതിയിലേക്ക് വരെ എത്തിയിട്ടുള്ള ഈ മരണം, ഈ വലിയ ദുരന്തം, ആ ദുരന്തത്തിന്റെ വക്കിൽ നിൽക്കുമ്പോഴും ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിക്കേണ്ടി വന്നതിൽ വേദനയുണ്ട്. കാരണം സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായിട്ടും സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇത് വെറും ഒരു പ്രകൃതി ദുരന്തമായി മാറ്റുമ്പോൾ ഇത് പ്രകൃതി ദുരന്തമല്ല, ഇത് മനുഷ്യ സഹജമായിട്ടുള്ള പിണറായി സർക്കാരിന്റെ അതല്ലെങ്കിൽ ഈ കേരളം അടക്കി ഭരിച്ച ഏകദേശം 10-60 കൊല്ലമായി അടക്കി ഭരിച്ചുള്ള ഇടതും വലതും മാറി മാറി ഭരിച്ചു വരുത്തിയ മനുഷ്യൻ നിർമ്മിച്ച ഒരു അപകടമാണ് എന്ന് ജനങ്ങളോട് വിളിച്ചു പറയാൻ കൃത്യമായി തെളിവ് സഹിതം ജയസൂര്യൻ സാർ അടക്കമുള്ള ആളുകൾ രംഗത്ത് വരുമ്പോൾ അത് മാധ്യമങ്ങളിലൂടെ പബ്ലിഷ് ചെയ്യാൻ മാധ്യമങ്ങൾ മടിക്കുമ്പോൾ നമ്മളെ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു മാധ്യമങ്ങളിലൂടെ ഈ സത്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഇത് സൃഷ്ടിക്കപ്പെട്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഭരണാധികാരിയാണ്. ഇപ്പോഴെങ്കിൽ മുൻപത്തെ കോൺഗ്രസ് ഭരണാധികാരികൾക്കും അതിൽ തത്തുല്യമായുള്ള പങ്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സത്യത്തെ എത്ര കാലം മറച്ചു വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് താൽക്കാലിക മറ തന്നെയാണെന്ന് ഇവിടെ പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. ഇവിടെ ജാതി തിരിച്ചും രാഷ്ട്രീയം തിരിച്ചുകൊണ്ടും ജനങ്ങളെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് സത്യം വിളിച്ചു പറയുന്നവരെ സംഘി എന്നും മങ്കി എന്നും ഒക്കെ വിളിച്ചുകൊണ്ട് അകറ്റി നിർത്താൻ നിങ്ങൾക്ക് ഒരു പരിധിവരെ കഴിഞ്ഞേക്കാം. പക്ഷെ എത്ര ഒളിച്ചു വെച്ചാലും ഒരിക്കൽ ധർമ്മം സത്യം അത് പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് മാത്രമേ പറയാനുള്ളൂ. ദുരന്തത്തിൽ മരിച്ച ഒരുപാട് ആളുകൾക്ക്, ഇനി കണ്ടെടുക്കാനുള്ള ഒരുപാട് ആളുകൾക്ക്, അതല്ലെങ്കിൽ ദുരിത ബാധിതർക്ക് അവരോടൊക്കെ ഒരുപാട് സ്നേഹ ആദരങ്ങളോടെ തന്നെയാണ് നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നത്. കൃത്യമായിട്ട് നമ്മുടെ ചർച്ചയിൽ വിശദ വിവരങ്ങൾ തെളിവ് സഹിതം പ്രേക്ഷകരിലേക്ക് എത്തിച്ച അഡ്വക്കേറ്റ് ജയസൂര്യൻ സാറിന് ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ 1000-ലധികം ആളുകൾ നിർന്നുകൊണ്ട് തന്നെ, അതായത് കട്ടായി പോവാതെ 1000-ലധികം ആളുകൾ നമ്മുടെ ലൈവ് വീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിലെ ജനങ്ങളുടെ വലിയ ആകുലത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജനങ്ങൾ പറയാൻ മടിക്കുന്ന അതല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയാൻ മടിക്കുന്ന ഈ സാംസ്കാരിക നായകർ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ പറയാൻ മടിക്കുന്ന ഈ മന്ത്രിമാരും MLA-മാരും ജനപ്രതിനിധികളും ഒന്നടക്കം പറയാൻ മടിക്കുന്ന വസ്തുതകളുമായി നമ്മൾ ഇനിയും ധീരമായി തന്നെ വരിക തന്നെ ചെയ്യും. അത് എത്ര കേസെടുത്ത് ഒതുക്കാൻ നോക്കിക്കഴിഞ്ഞാലും വായ പൂട്ടിക്കെട്ടാൻ ശ്രമിച്ചാലും അതിനൊന്നും ഞങ്ങൾ വഴങ്ങില്ല എന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള പ്രതിജ്ഞയോടെ തന്നെ തൽക്കാലം നമ്മൾക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. മാന്യ പ്രേക്ഷകർക്കും ജയസൂര്യൻ സാർക്ക് ഒരുപാട് നന്ദി. ജയസൂര്യൻ സാറിന്റെ അനുമതിയോടുകൂടി തൽക്കാലം ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.